അല്ലേ നമ്മള് ചെറുപ്പം പോലെ കളിക്കൂട്ടുകാർ തന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും. ഞാൻ വന്നപ്പോ പോലെ ശ്രദ്ധിക്കുകയാണ്. നീ രാവിലെ എന്ത് വളരെ വിഷമിച്ച് ദുഃഖത്തോടെ ഇരിക്കുന്നത്? വേറൊന്നുമില്ല, 10,000 രൂപ അത്യാവശ്യം. 10,000 രൂപ അത്യാവശ്യം. അത് പൈസക്ക് എല്ലാവർക്കും അത്യാവശ്യമുണ്ട്. അതിന് എന്ത് ചെയ്യണം? പണിക്ക് പോകണം. ജോലിക്ക് പോയാലേ പൈസ കിട്ടുള്ളൂ. ഓർമ്മ ഉണ്ടല്ലോ. ഉണ്ട്. പിന്നെ പണിക്ക് പോകത്തൊന്ന് നീ ഇന്ന് പണിക്ക് പോകത്തൊന്ന് നീ ഇന്ന് പണിക്കോത്തെ അല്ല, ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചയായിട്ട് ആരെങ്കിലും പുതിയ പണി വെക്കൂ? ചൊവ്വാഴ്ചയാണല്ലേ? പിന്നെ പറയും പോലെ ബാർബർ ഷോപ്പ് പോലും ചൊവ്വാഴ്ച ഉറക്കൂല. പണി എങ്ങനെ വയ്ക്കും? വയനാട് അത്യാവശ്യം ഇല്ലേ? ചൊവ്വാഴ്ച പോണ്ട, ബുധനാഴ്ച പോലെ പണിക്ക്. ബുധനാഴ്ച എങ്ങനെ പണിക്കും? അമ്പലത്തിൽ കൊടിയേറയല്ലേ, ഉച്ചക്ക് സമൂഹ സത്യ കഴിക്കാൻ പോണ്ടേ? ഒരുമിച്ച് പോണോ? അത് മറന്നു കേട്ടോ. ഈ അമ്പലത്തിൽ ഉത്സവം കൊടിയേറൊക്കെ ആയില്ലേ? 10,000 രൂപ. അയ്യോ, പൈസ ആവശ്യമുണ്ടോ? ഒരു കാര്യം, നാളെ നീ ബുധനാഴ്ച പണിക്ക് പോണ്ട, അമ്പലത്തിൽ പോണമല്ലോ. നമുക്ക് വ്യാഴാഴ്ച പണിക്ക് പോവല്ല. വ്യാഴാഴ്ച എങ്ങനെ പോവണ്ണ? നമ്മളെ ശിവണ്ണന്റെ മോളെ കല്യാണമില്ലേ? കല്യാണത്തിന് പോണ്ടേ? നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാ ചടങ്ങിനും വന്നിട്ട് പോണാണ് ശിവണ്ണ. പിന്നെ പുള്ളിയുടെ മോളെ എല്ലാം പോയിരിക്കാൻ പറ്റും. പോയി കഴിയുമ്പോ എല്ലാം കൊടുക്കണം. പിന്നെ കൊടുക്കണം, എല്ലാം കൊടുക്കണ്ട. അണ്ണൻ തരണം. നമ്മൾ ഒരുമിച്ചല്ലേ പോണത്. പണം പൈസ നമുക്ക് ഒരുമിച്ച് കൊടുത്താ പോലും. ഞാനാ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അണ്ണൻ തരണോ? ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളൂ, നീ അങ്ങ് വന്നാ മതി. ചുമ്മാ ഉണ്ടാക്കൂല്ലേ നീ? 10,000 കേസ് അടിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. വ്യാഴാഴ്ച പോകാൻ പറ്റുന്നല്ലേ ഉള്ളൂ. നീ വെള്ളിയാഴ്ച പണിക്ക് പോ. വെള്ളിയാഴ്ച എങ്ങനെ പോവും? നമ്മള് മെമ്പർ രായൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്റെ പെണ്ണും പിള്ളേരെ തൊഴിലുറപ്പിന്റെ മറ്റേ കോപ്പെല്ലാം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പഞ്ചായത്തിൽ പോണ്ടേ? പണിക്ക് പോകാൻ പറ്റില്ല. ശനിയാഴ്ച പണിക്ക് പോ. നീ അല്ല, ശനിയാഴ്ച എങ്ങനെ പോകുമെന്ന്? രാവിലെ 10 മണി മുതൽ 12 മണി വരെ രാഘുകാലമാണ്. ഉച്ചയ്ക്ക് ഒരു സൈറ്റിൽ ചെന്ന് കയറാൻ പറ്റുമോ? ഉച്ചയ്ക്ക് ശേഷം ഒരു സൈറ്റിൽ കയറി ചെല്ലുന്നത് ശരിയാണോ? അല്ലേ? അത് ശരിയല്ല. ഞായറാഴ്ച ഞാൻ പണിക്ക് പോകാൻ തീരുമാനിച്ചു. നല്ല തീരുമാനം. ഞായറാഴ്ചെങ്കിലും പണിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പണിക്ക് പോയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി ഉണ്ടാക്കണം. പിന്നെ വിഷമിക്കണം. ഞായറാഴ്ച പണിക്ക് പോകും. ഞായറാഴ്ച എങ്ങനെ പണിക്ക് പോകും? അന്ന് പൊതു അവധിയല്ലേ? മറ്റവന്മാർ വന്നാലല്ലേ എനിക്ക് പണിക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ ഞായറാഴ്ച അവധിയാണ്, ആരും വരില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച പണിക്ക് പോകൂല. ഓരോ കാരണം പറഞ്ഞു പണിക്ക് പോവാതിരുന്നിട്ട് നിനക്ക് 10,000 ഉണ്ടാകാം. മണ്ട അറിഞ്ഞിരിക്കാൻ നമ്മുടെ നാട്ടിൽ ചാരിറ്റിയും ഈ പാർട്ടിക്കാരെ കൊടുക്കുന്ന പൊതിച്ചോറും പൊതി കാപ്പി കൊള്ളമുണ്ട്. നീക്ക് ഇവിടെ കഞ്ഞി ഓടിച്ച് കിടക്കുന്നു കേട്ടാ. കണ്ടില്ലല്ലോ എടാ, 3 മാസമായിട്ട് നമ്മൾ അറിയാതെ പെണ്ണ് കാണാൻ പോവുകയാണ്. പോണ സ്ഥലത്തൊക്കെ എന്തെങ്കിലും അബദ്ധം പറ്റും. ഒന്നിലും പെണ്ണിന് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഇവന് ഇഷ്ടപ്പെടില്ല, അല്ല എന്തെങ്കിലും കുറവ് വരും. അങ്ങനെ ഇന്നലെ പെണ്ണ് കാണാൻ പോയിരിക്കുകയാണ്. ഇന്ന് വരും. എന്തെങ്കിലും അബദ്ധമായിട്ട് അവൻ വരുവുള്ളൂ. സുമേഷ് അവന്റെ മോൻ നോക്കിയാണ് ഒരു ചമ്മല കണ്ട എന്തോ പ്രശ്നം പറ്റുകയാണ്. അങ്ങോട്ട് മാറിയില്ലേ? അയ്യോ, സുമേഷേ, നീ 3 മാസമായിട്ട് നമ്മളറിയാതെ പെണ്ണ് കാണാൻ പോകണമെന്ന് നമ്മൾ അറിഞ്ഞു. ഇന്നാ നീ ഒരു പെണ്ണ് കാണാൻ പോയില്ല. പെണ്ണ് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് അങ്ങ് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ പെണ്ണിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വീട്ടിൽ തളർവാദം പിടിച്ചു കിടക്കുന്ന അമ്മുമ്മ പറഞ്ഞു, ആ ചെറുക്കൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ, നല്ല സുന്ദരം ചെറുക്കൻ എന്ന് പറഞ്ഞു. പിന്നെ അവളെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചിയുടെ മോൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അപ്പുറത്തെ അയൽക്കൂട്ടം നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ ചേച്ചിമാരെല്ലാം കൂടെ ഓടി വന്നിട്ട് പറഞ്ഞു, ഈ ചെറുക്കനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ, നല്ല സുന്ദരം ചെറുക്കൻ എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും ഒരാൾക്ക് മാത്രം, ഒരു വേട്ടാവളിന് മാത്രം എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നാ. അവളെ അച്ഛനാണ്? അല്ല, അവളെ ഭർത്താവിന്. അണ്ണാ നിക്ക്, ഞാൻ ഇനി പെണ്ണ് കാണാൻ പോത്തില്ലണ, നിർത്തി. എന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നമ്മളെ കമ്പനിയുടെ കൂടെ നിന്ന് ഞാൻ കൂട്ടൂല കേട്ടാ. വേണ്ട. ആ സുരേഷ് മുപ്പിച്ചുകൊണ്ടാന്ന് പറഞ്ഞ് പോയാ പോയി. ആ വേട്ടവിടെ എവിടെ പോയി കിടക്കണത്? ഒരു സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞു. ഒരു പൊത്തൽ തവങ്ങയുടെ സാധനം കൊണ്ടുവരണത്. പൊന്നു സുരേഷ്, എന്തൊക്കെയാ താമസം? ചൂടാവണെന്തിനാണ് ഈ സാധനം കുറച്ച് പാടൊക്കെ ഉണ്ട്. ആണ് നിങ്ങൾക്ക് അറിയാം നമ്മളെങ്ങനെ കഴിഞ്ഞുള്ളത്. അത് ശരിയല്ല. ഞാനത് ചൂടാവൊന്നും വേണ്ട. നമ്മൾ ഡെയിലി സാധനം അടിക്കണ എങ്ങനെയാണ് സുമേഷ്? നമ്മള് ഒരു കൂലിക്കും പണിക്കും പോവാതെ ഡെയിലി ആരെങ്കിലും സഹായിച്ചിട്ട് ഒരു സാധനം എടുത്ത് തരണത്. ഇന്നത്തെ നമ്മളെ ഷീബേര മോളെ കല്യാണം, അവിടെ പോയി പന്തലെട്ടി കൊടുത്ത്
വിളമ്പാൻ നിന്ന് അവസരം ഷീബയുടെ ഭർത്താവ് 2 ലിറ്റർ സാധനം എടുത്തല്ലേ നമ്മൾ ഇന്നലെ അടിച്ചത്. അതെ. അല്ല ഞാൻ അതല്ല ആലോചിക്കണത്. നമ്മളെ പഞ്ചായത്തിലെ കല്യാണം, അടിയന്തരം, ചാക്കാല എന്ത് പ്രശ്നം നമ്മൾ തന്നെ ഇടപെടുന്നത്. അങ്ങനെ അടിച്ചോണ്ടിരിക്കണോ? ഇവ എടുക്കാൻ കുറച്ച് പാടൊക്കെ ഉണ്ട്. അല്ല നീ ഇന്നങ്ങനെ സാധനം ഒപ്പിച്ചെങ്ങനെ പറ. ഭാഗ്യത്തിന് സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ വന്ന് ഹെൽമെറ്റ് വെച്ച് വന്ന് ബൈക്കില് വന്ന് ഒരു 1000 തന്നിട്ട് മാമ ഒരു കുപ്പി എടുത്തരോന്ന് ചോദിച്ചു. സ്കൂളിൽ പഠിക്കണ പയ്യെ അവൻ തന്ന 1000 രൂപ കൊണ്ട് വിവരാജിക്കാർ ക്യൂ നിന്ന് സാധനം എടുത്തിട്ട് അവൻ പോലും അറിയാതെ അവിടെ അപ്പുറത്ത് നിൽക്കായിരുന്നു. അതോടെ അറിയാതെ മതില് ചാടി പണം വഴി ഊടുവഴി കയറിയാണ് കൊണ്ടുപോകുന്ന സാധനമാണ് അണ്ണ ഈ സാധനം. എന്നെയാണ് അണ്ണ യവന്മാരൊക്കെ പറഞ്ഞത്. എന്നാ സംഭവിക്കണോടെ എന്തായാലും പൈസ ഒപ്പിച്ചില്ലെങ്കിലും സാധനം ഒപ്പിച്ചല്ല ആടി പൊളികളെ. അങ്ങോട്ട് അല്ല ഗ്ലാസ് എടു, നല്ല ഗ്ലാസ് എടു. ഗ്ലാസ് പൈസ ഇല്ലെങ്കിൽ പണിക്ക് പോകാത്ത നമുക്ക് ഡെയിലി ഇവിടെ ദൈവം സാധനം കൊണ്ടുവരും. അതിനൊരു ഭാഗ്യം അല്ലേ? നീ പൊന്നാണാൻ വേണ്ടി ചെലവ് നടത്തിയില്ല ഏട്ടാ. അതൊക്കെ ഞാൻ നടത്താം. ഒരു നോക്കണ്ട, മാറില്ല അങ്ങോട്ട്. അടിക്കട്ട് തിരിഞ്ഞില്ല അങ്ങോട്ട്. അടിയാക്കോട്ടെ പെട്ടെന്ന്. വെള്ളെടുത്ത് മാറ്റി നിന്റെ അടുത്തേക്ക് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഈ പബ്ലിക്കായിട്ട് ഇവിടെ ഇരുന്ന് മദ്യപിക്കുന്നത്? അയ്യോ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. മദ്യപിച്ചല്ല, നമ്മളിപ്പോ വളർന്നു വരുന്ന ചെറുപ്പക്കാരാണ്. രാവിലെ നമ്മൾ ഓടാൻ പോവും, പക്ഷെ ഇന്ന് പോയില്ല. മോശമാണ്. നമ്മളെ കുമാറുണ്ട് അവിടെ വിളയിൽ കയറി കരിക്കടത്തേരാണ്. അത് ഇവന്റെ അപ്പൂപ്പന്റെ മറ്റേ ചടങ്ങായിരുന്നു. അവൻ നേരത്തെ വെക്കേണ്ടി കരിക്കില്ല. അങ്ങനെയാണ്. എനിക്ക് പോലീസ് സ്റ്റേഷൻ ലൈനിൽ കയറി ഇറങ്ങാൻ പോയിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. എങ്ങോട്ട് പോകണം? മുമ്പ് എങ്ങോട്ട് പോകണം? ഞാൻ ഇവിടെ മറ്റേ അവരുടെ വീടിന്റെ 2ാമത്തെ ഗഡു അനുഭവിച്ചു. അതൊന്ന് കറക്റ്റാൻ വേണ്ടി പോണത്. തോർത്ത് കുളിക്കാൻ പോകാൻ വേണ്ടിട്ട്. അല്ല എനിക്ക് ഇങ്ങനെ ആക്കണം. രാവിലെ ഓടാൻ പോയില്ല, അതുകൊണ്ട് വ്യായാമം ചെയ്യണം അല്ലേ? ഇന്നലെ പെണ്ണുകാണാൻ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളെ ഈ വെള്ളമടിയാണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നത്. നിങ്ങൾ ഈ ബിവറേജ് ഇപ്പോൾ ഈ മറ്റേ വിദേശ മദ്യം ഒന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ച് അടിച്ച് റോഡ് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ വന്ന് കിടക്കും. ഏതെങ്കിലും വിദേശികൾ ഈ വിദേശ മദ്യം അടിച്ചുകൊണ്ട് ഇവിടെ കിടക്കാൻ കണ്ടിട്ടുണ്ട്? അതാണ് ഈ പറയണത്. പിന്നെ നമ്മൾ ഈ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ല, വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണത്. ആരാണ്? ഏത് മലയാളികളാണ് വെള്ളം അടിച്ച് ഇങ്ങിട്ട് വയറ്റി കിടക്കണത്? എല്ലാം വയലിലും റോഡിലൊക്കെ അല്ലേ കിടക്കണത്. അപ്പം അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇത്രയും നിങ്ങളെ ഉപദേശിച്ചതെന്നും വിചാരിച്ചോളായിരുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ സഹോദരങ്ങളെ പോലെയാണ് കാണുന്നത്. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണെങ്കിൽ എന്നെ വിളിക്കാം. മനസ്സിലായല്ലോ? വേറെ ഒന്നും വിചാരിക്കരുത്. 100 രൂപ 100 രൂപ നോക്കട്ടെ. 100 ഇല്ലല്ലോ, 80 ഉണ്ട്. ഉള്ള മതി. അതെ വരാം. ശരി ശരി. വണ്ടി ഇവിടെ നിർത്തായിരുന്നു മതി. ഞാനെ കൊണ്ട് തിരിച്ചു ഇവിടെ കേട്ടോ. ഓടി വരണേ, അയ്യോ അയ്യോ, ഓടി വരണേ നാട്ടുകാരെ, ഓടി വരണേ. എന്നെ തല്ലി കൊല്ലുന്നേ. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? നാട്ടുകാരെ ഓടി വരണേ. ഞാനാണ് ഈ വീട്ടിലെ ഗൃഹനാഥൻ. ഞാൻ പറയും പോലെ കേൾക്കണം. അയ്യോ അയ്യോ, നാട്ടുകാരെ ഓടി വരണേ. എന്നെ വരച്ച വരെ നിർത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. എന്നെ തല്ലല്ലേ. നിന്നെ ഞാൻ കൊല്ലും. അയ്യോ അമ്മേ. ഇത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഞാൻ സ്ഥിരം കാണും. ഈ വീട് ഒരാഴ്ചയായിട്ട് ഒരു ഇറച്ചിക്കാരനാണ് വാടക എടുത്തിരിക്കുന്നത്. അവനവന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഞാൻ ഡെയിലി ഇതിൽ പോകുമ്പോഴും അവൻ സ്ഥിരമായിട്ട് കുടിച്ചോളുന്ന ആ ഭാര്യ സ്ഥിരം തല്ലാണ്. കണ്ട വിളിക്കണ്ട പാവപ്പെട്ട സ്ത്രീ.
പറഞ്ഞാ കേൾക്കാൻ ഭയങ്കര മടിയല്ലേ? നാട്ടുകാരെ ഓടി വരണേ. എന്റെ മോശമല്ലേ? നമ്മളെ വീട്ടിലുണ്ടോ ഭാര്യയും പെങ്ങളും അമ്മയൊക്കെ? ഒരു ഒറ്റ ചോദിക്കട്ടെ, വിളി കേൾക്കാൻ ചോദിക്കണം. എന്നെ തല്ലല്ലേ. നമ്മളെ ഈ പഞ്ചായത്തില് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ നമ്മൾ തന്നെ ഈ നാട്ടിലൊരു പ്രശ്നം നമ്മൾ ഇറങ്ങണോ? നമ്മൾ ചോദിക്കണ്ടേ? ഞാൻ അണ്ണൻ ചോദിക്കും. അണ്ണൻ ചോദിക്കും. മാറും അണ്ണൻ ചോദിക്കാം. ചോദിക്കാൻ പറയില്ലേ? ഒന്നത് അവന്റെ ഇറക്കി വിട്ടാലുണ്ട് കൈ ചോദിച്ചു വാളും കോടാലിയും വെട്ടത്തേ കാണും. പേടിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. നിങ്ങളെ കൊണ്ട് ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല അവിടെ. ചെറുക്കണ്ണാവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗ്യാസിന് അങ്ങോട്ട് ഫസ്റ്റ് മാറ്റണം അങ്ങോട്ട്. ഓടി വരണേ നാട്ടുകാരെ ഓടി വരണേ. എന്നെ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എറിഞ്ഞിടും, ഓടരുത്. ഞാൻ വിളിച്ചല്ല അവനെ വീണ്ടും വിളിക്കുന്നത് പേടിപ്പിക്കാൻ വേണ്ടി. ഞാൻ പറയും പോലെ കേൾക്കണം. അയ്യോ അയ്യോ. അവൻ വരും പേടിക്കല് അഞ്ചു വെട്ടാരനാണ് വെട്ടത്തെ കോടതി കൈ കാണും. എന്റെ കൂടെ കട്ടയ്ക്ക് നോണം. അന്ന് ഓടിയല്ലോ ഓടരുത്. തന്നെ അരി ഇടിച്ചിട്ട് വേർത്തൊലിച്ച് ഇരിക്കണേണ്. ദേഷ്യം തീർന്നില്ല. മുഖത്തോട്ട് നോക്കിയാണ് ചേച്ചി വന്നു നോക്കിയാണ് പാവം കരഞ്ഞ കണ്ണ കലങ്ങിയിരിക്കണം. വീട്ടിൽ പ്രശ്നം നിന്നെ ഞാൻ ഇന്ന് കൊല്ലോടാ. അയ്യോ ഞാൻ എന്ത് ചെയ്ത്? അയ്യോ എന്നെ യുവമാരൊക്കെ നിന്റെ കൂട്ടുകാരന്മാരാണല്ലേ? എന്നെ തല്ലാൻ വേണ്ടി കൊണ്ടുപോകണല്ലേ യുവമാരൊക്കെ? നീ തുണി ഇറക്കോടാ, പാചകം ചെയ്യോടാ, മര്യാദക്ക് ചോറും കറിയൊക്കെ വെക്കോടാ. നിന്നെ ഞാൻ ഞാൻ കൊല്ലോടാ. വീടെല്ലാം വൃത്തിയാക്കി, തുണി കഴുകി, പാത്രം കഴുകി, ചക്ക വെട്ടിപ്പറിച്ച്. നീ എന്നിട്ട് നീ എന്തിനടി എന്നെ ഇട്ട് ഇങ്ങനെ അടിക്കണത്? അയ്യോ എന്റെ നാട്ടുകാരെ നിങ്ങളെല്ലാം കണ്ടോണ്ട് നിൽക്കുകയല്ലേ എന്നെ ഈ തല്ലി കൊല്ലുന്നത്. ഈ പൂതനെ ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റ്. നാട്ടുകാര് നോക്കി നിൽക്കുക, എന്നെ അടിക്കല്ലേ പോലും സുലോചനെ. ഞാൻ വീട്ടിലെ ജോലി മൊത്തം ഞാൻ ചെയ്തോളാം. ഇവളെ അടികൊണ്ട് ഞാൻ ചത്തേ. നമ്മുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടാൻ വന്നേ എന്റെ സുഖം ശരിക്കും അറിഞ്ഞോടാ. ഇവള് പൂതനയാണ് പൂതന. ആ നീ ആളെ കൊണ്ടുവരല്ലടാ. എടാ അരിക്കൊമ്പരുണ്ടാവനെ. ഇനി മേലായി വീടിനകത്ത് കയറി പോരുത്. ഇനി ഞാൻ ഇവളോട് ജീവിക്കണില്ല അണ്ണാ. എന്റെ പൊന്നെണ്ണ, ഞാൻ ഡെയിലി ഇറച്ചി കെട്ടിട്ട് വരുമ്പോ ഈ പൂതന ഈ ചൂല് വെച്ചെന്നെ ഡെയിലി അടിയണ്ണ. എന്നെ കുനിച്ചു നിർത്തി ഇടി 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 എന്നെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ലേ. എന്നെ തല്ലി കൊല്ലുന്നേ. അയ്യോ ഇത് ഇടതല്ല, ഇതാണ് ശരിക്കും എടി. വീട്ടിൽ പോടി അണ്ണ.